ആഷിക് അബു മൂവി റൈഫിൾ ക്ലബ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു സിനിമ കണ്ട് തീരുന്നത് വരെ ഫുള്ളായിട്ട് എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ആ ഒരു സിനിമൻ്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്തിരുന്ന് കണ്ടു. എനിക്കതിൻ്റെ കാര്യങ്ങളും ആ ഒരു തീമും കോസ്റ്റ്യൂംസും അതിൻ്റെ ആ ഒരു തരം എന്താ പറയുക എഡിറ്റിങ്ങും പരിപാടിയും കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. കുറച്ച് പഴയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എടുത്ത് പറയണമെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. മേക്കിംഗ് എനിക്ക് നന്നായിട്ട് വർക്കായി. ആഷിക് കപൂറിൻ്റെ സിനിമകൾ എനിക്ക് മുമ്പും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഡാ തടിയ സിനിമ വരെയൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വേറൊരു ടൈപ്പാണ്. മൂപ്പര് വേറൊരു രീതിയിലൊക്കെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധായകനാണ്. ഒട്ടും ഓവറാക്കിയിട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ശരി, ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ശരി, ഇതൊക്കെ നമുക്ക് കൺവിൻസിങ് ആണ്. എനിക്ക് തോന്നുന്നു 85 ആ ഒരു റേഞ്ചിൽ നടന്നൊരു കാലഘട്ടമാണെന്ന് തോന്നുന്നത്. നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് പേഴ്സണലി ഞാൻ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതിലെ ഓരോ ആക്ടേഴ്സ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ ഒരുപാട് പേരുണ്ട്. കാരണം ഒരു സമയത്തൊക്കെ നമ്മൾ ചില നമ്മുടെ പ്രിയദർശൻ സിനിമകളിലെ ക്ലൈമാക്സുകൾ സംഭവിക്കില്ല. ആരിനെയൊക്കെ ആരിനെയൊക്കെ കൊല്ലണമെന്ന് അറിയില്ലല്ലോ. ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട്. എങ്കിലും കണ്ടിരിക്കാം, നമുക്ക് നല്ല രീതിയിൽ കണ്ട് എൻഗേജിങ് ആയിട്ടിരിക്കാം. അടിച്ചു പൊളിച്ച് നമുക്ക് ആ ഒരു മൂഡ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. 1.5 മണിക്കൂർ വരുന്ന ഹോളിവുഡ് റിവെഞ്ച് സ്റ്റോറീസ് ഇല്ലേ, നിങ്ങൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ടൈപ്പ് സാധനമൊക്കെ ടകയെന്ന് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, ടകയെന്ന് തീർന്നു, നമ്മൾ ഓക്കെ ഹാപ്പി ഓണായി തിരിച്ച് തിയേറ്ററിന് വെളിക്ക് വന്നു. ദാറ്റ്സ് ഓൾ. ഈ സിനിമ ഫുള്ളായിട്ട് ഡിഫറെൻറ്റ് ജേണറാണ്. ഇതെല്ലാവർക്കും പറ്റിയൊരു സിനിമയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നത്. ഇതിൻ്റെ കോൺവേഴ്സേഷൻസ്, ഇതിലൊരു കഥയില്ലായ്മ, ഇതിൽ പ്രത്യേകിച്ച് കഥ എന്ന് പറയാനൊന്നും അങ്ങനെയില്ല. പിന്നെ ലോജിക്കൊക്കെ ചിന്തിച്ചിട്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ പറഞ്ഞില്ലേ, ഒരു വലിയൊരു കഥാ ബേസ് ഒന്നും ഈ ഒരു സിനിമയ്ക്കില്ല. ഇതിങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ സിനിമ, അങ്ങനെ ഒരു ഓണിൽ വന്നിരുന്ന് എന്തോ ഒരു പൂരം കൊടിയേറി വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് നിന്നൊരു സിനിമ പോലെ തോന്നും. ഹനുമാൻ കൈൻഡ്, വാട്ട് എ മാൻ. ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല. ആ ഒരു മൂഡ്, ആ ഒരു സൈസ് സാധനം. വിജയരാഘവൻ്റെ ആക്ടിങ്, വിജയരാഘവൻ ഇതുപോലുള്ള സിനിമകളൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന ചില ഔട്ട്പുട്ട് ഉണ്ട്. അത് ഭയങ്കര രസമായിരിക്കും. കാരണം ആള് ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ആൾ എന്ത് ഇവിടെ എടുക്കും. അതാണ് വിജയരാഘവൻ. സിനിമയിൽ ബാക്കി അഭിനയിച്ച റംസാൻ, അതുപോലെ ദിലീഷ് പോത്തൻ, പിന്നെ സുരഭി ലക്ഷ്മി, ഇവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾക്ക് നല്ല രസമുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയിൽ ഒരു റീൽസ് മെറ്റീരിയൽ ആണ് കേട്ടോ. കാരണം ഈ സിനിമയിലെ പല ഡയലോഗ്സും പല സിറ്റുവേഷനും പല കാര്യങ്ങളെല്ലാം തന്നെ റീൽസ് വഴി വലിയ രീതിയിൽ ട്രെൻഡിങ് ആവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി തയ്യാറാക്കിയ കുറേ കാര്യങ്ങൾ ഇതിൽ എടുത്തിട്ടുണ്ട് അവർ. ആഷിക് കപൂരെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലൊരു ഫിലിം മേക്കറാണ്. അയാൾക്ക് പല രീതിയിൽ കാര്യങ്ങളെ പല വിഷൻ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ആളുകളുടെ മൈൻഡ് നമുക്ക് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് അയാൾ. അപ്പം അയാൾക്ക് ഇപ്പോൾ ഈ ഒരു സിനിമ എടുക്കുമ്പോൾ ആഷിക് കപൂറിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എന്താ പറയുക, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സിനിമ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്ത് മൈൻഡ് സെറ്റിലായിരിക്കും അയാൾ ഈ സിനിമ എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാവുക, അയാളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിചിത്രമാണ്. ഈ ഒരു രീതിയിലൊക്കെ നോക്കിക്കാണുക, ആളുകളുടെ ആസ്വാദനത്തെ നോക്കിക്കാണുക എന്ന് പറയുന്നത് നല്ലൊരു ഫിലിം മേക്കറിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ഇങ്ങനെയും സിനിമകൾ എടുത്തിട്ട് നമുക്ക് വിജയിപ്പിക്കാം, ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാം എന്നുള്ളത് അയാൾക്കറിയാം. സോ അയാൾ നല്ലൊരു ഫിലിം മേക്കറാണ്. നമ്മുടെ വാണി വിശ്വനാഥ് ഈ ഒരു സിനിമയിലുണ്ട് കേട്ടോ. നല്ലൊരു കംബാക്കാണ്, നല്ലൊരു എന്താ പറയുക റോളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് നല്ല വൃത്തിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പക്ഷേ ഈ ജേണറിലൊരു സിനിമ വരുന്ന സമയത്ത് അതിലും അവർ ബെറ്റർ ആക്കിയിട്ട് നല്ല ബെറ്റർ പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. റൈഫിൾ ക്ലബ്ബ് പോലുള്ള ദിസ് ടൈപ്പ് ഓഫ് മൂവീസൊക്കെ ഇനിയും വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷകളാണ്. കാരണം നമ്മുടെ ആസ്വാദനത്തെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇങ്ങനെയൊന്നും കഴിയും തോന്നുന്നില്ല എനിക്ക് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സിനിമ, ഈ ഒരു തീമിലൊരു സിനിമ എടുത്തിട്ട് അത് ആളുകൾക്ക് എൻഗേജ് ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് നല്ല കഴിവ് തന്നെ വേണം. കാരണം ഒന്നാമത് ഇതിൽ വേറെ കഥയില്ല. മെയിൻ സംഭവം അതാണ്. ഇതിൽ പ്രത്യേകിച്ച് കഥയോ ലോജിക്കോ ഒന്നുമില്ല. ആൾക്കാരിനെ പിടിച്ചിരുത്തുകയും വേണം, അവർക്കൊരു രസം കൊടുക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിലെ തീമാണ്. ഈ സിനിമയുടെ തീം മേക്കിംഗ് ഒക്കെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അത്രയും ക്ലാരിറ്റിയോടുകൂടി കൊണ്ടുപോകണം. കാരണം സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നമ്മൾ എന്നിട്ടും ആ സിനിമ വീണ്ടും കാണണമെങ്കിൽ ആ സിനിമയുടെ മേക്കിംഗ് അത്രയും അടിപൊളിയായിരിക്കണം. അതിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് ഇത് കാണണമെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ എന്നിരുന്നാൽ കൂടെ കാണണമെന്ന് വീണ്ടും തോന്നണമെങ്കിൽ അതിനോടൊരു ഇഷ്ടം വരണ്ടേ, ആ ഒരു തീമിനോടൊരു താല്പര്യം വരണ്ടേ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. സീരിയസ്ലി ഈ സിനിമയെക്കുറിച്ച് എന്തൊക്കെയോ തുറന്ന് പറയണമെന്ന് എനിക്കുണ്ട്. ഇങ്ങനെയാണ്, ഇതാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്തത്. എന്തായാലും എനിക്ക് നന്നായിട്ട് വർക്കായി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല. നമ്മൾ എല്ലാ സിനിമയും പറയുന്ന പോലെ അല്ല കേട്ടോ. ഇതൊരു പെർട്ടിക്കുലർ
എന്താ പറയുക മൈൻഡ് സെറ്റുള്ള ആളുകൾക്കാണ് ഒരു ജോളി മൂഡ്. ഞാനങ്ങനെ വലിയ ജോളി മൂഡുള്ള ഒരു വ്യക്തിയൊന്നും അല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഈ ടൈപ്പ് സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത്. വലിയ കഥയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ആരും പോകരുത്. നമുക്കൊരു എൻഗേജിങ് ആയിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് വേറൊരു അവൻ്റെ ആ ഒരു വേൾഡിൽ നമുക്ക് ഇരുന്നിട്ട് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ വിട്ട് ടെൻഷനൊക്കെ ഇല്ലാണ്ട് നമുക്ക് അവൻ്റെ ആ ഒരു ജോളി ടൈപ്പിൽ നമുക്ക് അവൻ്റെ കൂടെ തുള്ളി അങ്ങോട്ട് പോകാം. ആ ഒരു സാധനം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ അഭിപ്രായം. കാണുക, പോയി കണ്ടു നോക്കുക. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നമ്മൾ പലതരത്തിലുള്ള ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ചിലത് നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കും. എന്തായാലും ഇത് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത് 100% ഷുവർ ആട്ടോ. ഈ ഒരു കാലഘട്ടത്ത് ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ അതൊരു പ്രഷ്യസ് തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കാലഘട്ടത്താണ് ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്.